പടയപ്പ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ തവണയാണ് ഈ പടയപ്പ പണിയുണ്ടാക്കുന്നത്. ഇത്തവണ പടയപ്പ പുറത്തിറങ്ങി തമിഴ്നാട് RTCയുടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ചില്ലുകൾ തകർത്തു എന്നാണ് ഇടുക്കിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. സന്ദീപ് രാജാക്കാട് തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. പടയപ്പ വിശ്വരൂപം കാട്ടി തുടങ്ങിയോ വീണ്ടും? ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണെന്ന് തോന്നുന്നു പടയപ്പയുടെ ആക്രമണം ഉണ്ടാവുന്നത്. എന്താണ് സംഭവം സന്ദീപ്? സന്ദീപ്, ഞാൻ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് കാണാൻ ചെറിയൊരു പരിമിതിയുണ്ട്. ഞാൻ കുതിരപ്പുറത്തിരുന്ന ആ ദൃശ്യങ്ങൾ കാണുന്നത്. കുതിരപ്പുറത്തിരുന്ന ആനയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത വായിക്കുന്നത് ഒരു കൗതുകമാണ്. എങ്കിലും സന്ദീപ്, എന്താ സംഭവിച്ചത്? ഈ തമിഴ്നാട് ബസ്സിനെയാണ് ഇന്നലെ പടയപ്പ ലക്ഷ്യമിട്ടത്. ഇതിപ്പോൾ ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ ആക്രമണമാണ് പടയപ്പയുടേത്. അതും ജനവാസ മേഖലയിൽ തന്നെയാണല്ലേ സന്ദീപ് ഇപ്പോഴും ആനയുള്ളത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ് ഈ പടയപ്പ ഇപ്പോൾ കാട് കയറാതെ ഇങ്ങനെ ഈ ജനവാസ മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ, ഏതാണ്ട് കുറച്ച് മാസങ്ങളായി തന്നെ ഈ മറയൂര്, ദേവികുളം, മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ ഇങ്ങനെ തമ്പടിച്ച് നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തി പടയപ്പ ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ് ജനവാസ മേഖലയിലൂടെ. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ അടുത്ത കാലത്ത് പടയപ്പയ്ക്കെതിരെയും ഉയർന്നു വരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു ഈ കാട്ടുകൊമ്പൻ പടയപ്പ. പക്ഷെ ഇപ്പോൾ ജനങ്ങൾക്ക് അതൊരു അസൗകര്യമായി മാറിയിരിക്കുന്നു, വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് ഈ തമിഴ്നാട് സർക്കാർ ബസ്സിന് നേരെയുള്ള ആക്രമണം ഉണ്ടായത്. ഈ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് രാജമല 8ാം മൈലിൽ വെച്ച് ഈ കാട്ടാന റോഡിന് കുറുകെ നിന്ന് ഈ വാഹനം തടഞ്ഞു നിർത്തുകയും പിന്നീട് ഈ വാഹനത്തെ ആക്രമിക്കുകയും ഒപ്പം തന്നെ ഈ മുൻവശത്തെ ചില്ല് തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെ കാട്ടാനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അധികം ദൂരത്തല്ലാത്ത തരത്തിൽ വനം വകുപ്പ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ വനം വകുപ്പ് എത്തിയാണ് ഈ ആനയെ അവിടെ നിന്ന് മാറ്റുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഉൾവനത്തിലേക്ക്, വനത്തിന്റെ ഒരു ഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒരാഴ്ചക്കിടയിൽ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പടയപ്പയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിരവധിയായിട്ടുള്ള കൃഷിയിടങ്ങളും നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഈ പടയപ്പയെ പിടിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് നിരാഹാര സമരം ഒക്കെ നടത്തി വരികയായിരുന്നു. ഡീൻ കുര്യാക്കോസിനെ ഇന്നലെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആ തരത്തിൽ പടയപ്പയ്ക്കെതിരെയുള്ള പ്രതിഷേധവും നടന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പടയപ്പയ്ക്ക് മതപ്പാടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണവും വനം വകുപ്പ് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പടയപ്പ ഇപ്പോൾ ഒരു സ്ഥിരം ശല്യക്കാരനായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് രാത്രിയിലും പകലും ഒന്നും റോഡിലൂടെ നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം പടയപ്പ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റോഡിന് നടുക്ക് നിൽക്കുക, ഇല്ല എങ്കിൽ ഏതെങ്കിലും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുക, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എസ്റ്റേറ്റ് മേഖലകളിലേക്ക് ഇറങ്ങുക എന്നുള്ള ശീലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ദേവികുളത്തടക്കം റേഷൻ കട തകർത്ത് അരി ഭക്ഷിക്കുന്ന ശീലമൊക്കെ പുള്ളി തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സ്വഭാവത്തിലേക്ക് പടയപ്പ മാറി എന്നുള്ളതാണ് ഏറ്റവും. എന്തായാലും പടയപ്പ റോഡിന്റെ നടുക്ക് നിന്ന് മാറുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. 3 തവണയായി ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു മാസത്തിനിടയിൽ പടയപ്പ ആക്രമണം നടത്തുന്നുണ്ട് എന്നതാണ്. സന്ദീപ്, ഒരു പ്രേക്ഷകൻ എഴുതുന്നു.